ദൈവം ലോകത്തിലേക്ക് അവതാരമായി വന്ന അവതാര സുദിനം ശുഭാനന്ദ വർഷം 142 അതിൻ്റെ ഉന്നതമായ ആഘോഷ പരിപാടികളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 8ാം സുദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 7 ദിവസവും നടന്ന കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുത്തവരെ കൂട്ടത്തിലുണ്ട്. അവരവർക്ക് നിർദ്ദേശിച്ച ദിനങ്ങളിൽ പങ്കുചേർന്ന് കടന്നുപോയവരുണ്ട്. ഇനി 3 ദിവസം തുടർച്ചയായുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാനായി എത്തിയവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവരും ഉന്നതമായ ആനന്ദമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭവനങ്ങളിൽ നിന്ന് ഇന്നേ ദിവസം വന്നവർക്കും കഴിഞ്ഞ 7 ദിനങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത ഓരോ ഹൃദയങ്ങളും അനുഭവമായി എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയുയർത്തുക. അതാണ് ഞാൻ എപ്പോഴും പാടുന്നത്. ആനന്ദം തരുന്ന ചിന്തിച്ചാലും, എത്ര വിദൂരങ്ങളിൽ നിന്ന് ചിന്തിച്ചാലും, എത്ര രാജ്യങ്ങൾക്കപ്പുറം ഇരുന്ന് ചിന്തിച്ചാലും ഹൃദയത്തിലേക്ക് സുഖം പകരുവാൻ കഴിവും അധികാരവുമുള്ള ഈ പരലോകത്തിന്റെ ഉടമസ്ഥനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. മറക്കരുത്, ആരും മറക്കരുത്. ഒരു മാത്ര പോലും മറക്കാതെ എപ്പോഴും നന്ദിയുള്ളവരായി ജീവിച്ചാൽ ഏത് സ്ഥലത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ആനന്ദം അനുഭവിക്കുവാൻ പറ്റും. പക്ഷേ നിയമത്തിൽ നിന്ന് തെറ്റരുത്. ഓർമ്മ മാത്രം പോരാ, നിയമത്തിൽ നിന്ന് അണുമാത്രം പോലും തെറ്റുകൂടാതെ ജീവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഈ കഴിഞ്ഞ 7 ദിവസവും ആ കാര്യമാണ് വന്ന ജനങ്ങളോട് ഞാൻ അറിയിച്ചത്. ഇന്ന് കൂടുതൽ സമയമെടുത്ത് സംസാരിക്കുവാനുള്ള അവസരമില്ല. 9:30 മണിക്ക് സമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട്. സമ്മേളന വേദിയിലും ഭഗവത് നാമങ്ങൾ നിങ്ങൾക്ക് വന്നവരിൽ കൂടിയും ഇവിടെ നിൽക്കുന്നവരിൽ കൂടിയും ഒക്കെ കേൾക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമാകുന്ന കർമ്മങ്ങൾ ഇനിയും തുടർന്നുള്ള ദിനങ്ങളിലും നടക്കുവാനും നടത്തിക്കുവാനും മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. നമ്മുടെ ജന്മനക്ഷത്ര ഘോഷയാത്രകൾ, ഒന്ന് ജന്മനക്ഷത്ര ഘോഷയാത്രയും ഒന്ന് ജന്മനക്ഷത്ര പ്രകാശയാത്രയും, രണ്ടും ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ സർവശക്തി അനുഗ്രഹിക്കട്ടെ. 2 ഘോഷയാത്രകൾ നമ്മൾ നടത്തുമ്പോൾ രണ്ടും 2 കാര്യത്തിന്റെ പ്രഘോഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമ്മൾ ചമയങ്ങളൊക്കെ കൂടി മുത്തുക്കുടകളും കോടി തോരണങ്ങളും എന്ന് വേണ്ട എല്ലാ ചമയങ്ങളോടുകൂടി ഉള്ള ജന്മനക്ഷത്ര ഘോഷയാത്ര, അത് ഭാഗ്യമായ നമ്മുടെ വിജയോത്സവമാണ് നമ്മൾ കുറിക്കുന്നതെങ്കിൽ, ദീപത്താരങ്ങളുമേന്തി ഈ ലോകത്തിലൂടെ നമ്മൾ പ്രകാശയാത്ര നടത്തുമ്പോൾ നമ്മുടെ ആത്മദീപത്തിന്റെ പ്രകാശത്തെയാണ്, നമ്മുടെ ആത്മചൈതന്യത്തിന്റെ തിളക്കത്തെയാണ് നമ്മൾ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിച്ച് നമ്മുടെ ഗുരുവിന്റെ നാമത്തെ വിളംബരം ചെയ്യുവാനായി നമ്മൾ തീരുമാനിച്ച് നിശ്ചയിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും വൻപിച്ച വിജയമാക്കി തീരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രകൃതിയിൽ കൂടി എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഈശ്വരൻ ഒരുക്കി ദാനം ചെയ്യട്ടെ. അർപ്പിച്ചിരിക്കുന്ന നേർച്ച കാഴ്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. നിങ്ങൾ ഭക്തിയോടുകൂടി സ്തുതിക്കുക. സർവശക്തി നിങ്ങളെ ആനന്ദിപ്പിക്കുവാനാകട്ടെ. അതിനാകുന്ന ദൈവത്തിന്റെ ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ ലഭിക്കുന്ന അവസരം ഒരു ജന്മത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജന്മനക്ഷത്രങ്ങൾ ആഘോഷിക്കണം. നിയമം പാലിച്ചും നാമസ്തുതിച്ചും ജന്മനക്ഷത്രം ആഘോഷിക്കുമ്പോഴാണ് ആത്മാവിൽ ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഭാഗ്യമായി ഭവിക്കുന്നത്. ഉന്നതനാകുന്ന ദൈവം അപ്രകാരമാണ് കലിയുഗത്തിലെ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മനുഷ്യരും ലോകത്തിന്റെ മുൻപിലേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അത് കൃത്യമായും സത്യമായി പാലിക്കുമ്പോൾ നമുക്ക് ആനന്ദം, എപ്പോഴും ആനന്ദം, ആരിലും ആനന്ദം. ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, നിത്യാനന്ദത്തെ നിത്യവും അനുഭവിക്കുവാൻ ഈശ്വരൻ ഒരുക്കിയ ഈ വഴി അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്തുതിയിൽ ഇടപെടണം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ യാതൊരു സംശയമില്ല. സ്തുതിയിൽ ബന്ധപ്പെടുമ്പോൾ പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണ്? ഉന്നതമായി ജന്മനക്ഷത്രം ആനന്ദോത്സവമായി നടത്തപ്പെടണമേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജന്മനക്ഷത്ര സ്തുതിയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അത് നടക്കണമെങ്കിൽ ദൈവം ലോകത്തിൽ പ്രത്യക്ഷമായി ഉണ്ടെങ്കിലേ പറ്റൂ. അതിന് സുഖവാഴ്ചയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഉന്നതമായ നമ്മുടെ താരാസ്തുതി, അതിന്റെ ഗംഭീരമായ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം.
ഉന്നതമായ മഹാഗോപുര പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മദീപത്തിന്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉന്നതമായ അതിൽ കർമ്മിക്കുന്ന രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെല്ലാം ആഗ്രഹങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കാനുണ്ടോ അതെല്ലാം ഇതോടൊപ്പം സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുക. ഈശ്വരൻ നിങ്ങളിൽ ആനന്ദിക്കുമാറാകട്ടെ. ആനന്ദം നിത്യാനന്ദം ആനന്ദം നിത്യാനന്ദം